പെരുന്നാപ്പോപ്പ് രമേശ് ചെന്നിത്തലയെ പെരുവഴിയിലാക്കുമോ? വി.ഡി. സതീശനെ കേരള മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് ഔദ്യോഗികമായി തീരുമാനിച്ചതോടെ രമേശ് ചെന്നിത്തല കടുത്ത അസംതൃപ്തിയിലാണ്. വ്യാഴാഴ്ച ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയാണ് ഉള്ളത്. മുതിർന്ന നേതാവെന്ന പരിഗണന തനിക്ക് ലഭിക്കുമെന്ന് രമേശ് ചെന്നിത്തല ഏറെ നാളായി ആഗ്രഹിച്ചിരുന്നു. അതുതന്നെയായിരുന്നു അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട വാദം. താൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മുതൽ KSUവിൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് എന്നതടക്കമുള്ള അദ്ദേഹത്തിൻ്റെ സംഘടനാ പാരമ്പര്യവും ഭരണ പരിചയവും മുൻനിർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ വിലപേശിയത്. എന്നാൽ നിർഭാഗ്യവശാൽ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നിൽ അധികം MLA-മാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആകെയുള്ള MLA-മാർ എന്ന് പറയുന്നത് ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത്, TJ വിനോദ് അടക്കമുള്ള വിരലെണ്ണാവുന്ന ഏതാനും പേർ മാത്രമാണ് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചത്. രമേശ് ചെന്നിത്തലയ്ക്ക് പാർട്ടിക്ക് അകത്ത് നിന്ന് പിന്തുണ ലഭിച്ചിട്ടുള്ളത് ജോസഫ് വാഴക്കടക്ക് അടക്കമുള്ള 4-5 പേരിൽ നിന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് MLA-മാരിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നില്ല. മറിച്ച് ഇപ്പുറത്തെ വശം നോക്കിയാൽ സംഘടനാപരമായും അദ്ദേഹത്തിന് വലിയ പിന്തുണ ലഭിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരായിരുന്നു. സുകുമാരൻ നായർ NSSന് സമദൂരമാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം എപ്പോഴും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അത് 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നമ്മൾ കണ്ടതാണ്. അന്ന് രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കാൻ വേണ്ടി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത് ഇവിടെ ഭൂരിപക്ഷ സമുദായം അവഗണിക്കപ്പെടുന്നു, അതുകൊണ്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ന്യൂനപക്ഷമാണ് അധികവും, അവിടേക്ക് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു പ്രതിനിധിയെ ആവശ്യമാണ്. താക്കോൽ സ്ഥാനം, അതായത് താക്കോൽ സ്ഥാനം എന്ന് പറയുന്നത് ആ മന്ത്രിസഭയെ നിയന്ത്രിക്കാൻ തക്ക ശേഷിയുള്ള സ്ഥാനത്തേക്ക് ഒരാൾ വരണം, മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് വരണം. അതിന് അദ്ദേഹം മനസ്സിൽ കണ്ടത് രമേശ് ചെന്നിത്തലയായിരുന്നു. സുകുമാരൻ നായരുടെ ആ അടവ് ഫലിച്ചു. രമേശ് ചെന്നിത്തല പിന്നീട് ആഭ്യന്തരമന്ത്രിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതേ സമ്മർദ്ദ തന്ത്രം ഇറക്കിക്കൊണ്ടാണ് ഇപ്പോഴും സുകുമാരൻ നായർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ലീഗ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുകുമാരൻ നായരുടെ ആദ്യ വെടിപൊട്ടിക്കൽ. എന്നാൽ അദ്ദേഹത്തിന്റെ സമ്മർദ്ദതന്ത്രം പഴയ പോലെ ഏക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളത്. കാരണം V.D. സതീശനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടത്തി കിട്ടാൻ വേണ്ടി അദ്ദേഹം ഏത് അറ്റം വരെയും പോകുന്ന നേതാവാണ്, ഏത് മാർഗവും സ്വീകരിക്കുന്ന നേതാവാണ്. ഏതെങ്കിലും തരത്തിലെ സമ്മർദ്ദ തന്ത്രം സതീശന് മേൽ നടപ്പിലാകില്ല. അത്തരമൊരു നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ പഴയതുപോലെ താക്കോൽ സ്ഥാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കാൻ സുകുമാരൻ നായർ വന്നാൽ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ സുകുമാരൻ നായർ പഴയതുപോലെ കളി തുടങ്ങി. ഇന്നലെയാണ് അദ്ദേഹം അത്തരമൊരു പരസ്യമായ കളിക്ക് നിന്നത്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ സമുദായങ്ങൾക്കും സ്വീകാര്യനാണ് എന്നുള്ളതാണ് പ്രത്യേകത. SNDPക്ക് അദ്ദേഹം സ്വീകാര്യനാണ്, NSSന് സ്വീകാര്യനാണ്, ക്രൈസ്തവ സഭകൾക്ക് അദ്ദേഹം സ്വീകാര്യനാണ്, മുസ്ലിം സംഘടനകൾക്ക് അദ്ദേഹം സ്വീകാര്യനാണ്. എന്നാൽ V.D. സതീശൻ അധികാരത്തിൽ എത്തിയതോടുകൂടി ഇത്തരത്തിലുള്ള സാമുദായിക സംഘടനകളുടെ നിയന്ത്രണം പൂർണ്ണമായും V.D. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നതോടുകൂടി രമേശ് ചെന്നിത്തലയുടെ പഴയ സാമുദായിക സമവാക്യങ്ങളെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. V.D. സതീശനും മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും അടങ്ങുന്ന ഒരു ടീം ഈ സാമുദായിക സംഘടനകളെ എപ്പോൾ വേണമെങ്കിലും അകറ്റി നിർത്താം, എപ്പോൾ വേണമെങ്കിലും അടുപ്പിച്ച് നിർത്താം എന്നുള്ള ഒരു വലിയ പവർ കേന്ദ്രത്തിലേക്ക്, ഒരു ശക്തി കേന്ദ്രത്തിലേക്ക് ഈ 3 പേരും മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പഴയതുപോലെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ താക്കോൽ സ്ഥാനം പോലുള്ള വാദഗതികൾ ഇനി നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് രമേശ് ചെന്നിത്തല സുകുമാരൻ നായരെ നമ്പുന്നത് എത്രത്തോളം ശരിയാകും എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സുകുമാരൻ നായരെ മുൻനിർത്തിക്കൊണ്ടുള്ള രമേശ് ചെന്നിത്തലയുടെ തന്ത്രങ്ങൾ പഴയതുപോലെ ഏൽക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സതീശൻ താൻ തീരുമാനിച്ചിരിക്കുന്ന ആ തീരുമാനത്തിലേക്ക് ഏത് വിധേനയും എത്തിച്ചേരുന്ന ആളാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്ന ആളല്ല V.D. സതീശൻ. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെയും സുകുമാരൻ നായരുടെയും പഴയ കളി ഇനി ഏൽക്കില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.